ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ പോവുകയാണേ. അപ്പോൾ കണ്ണൂർ എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പറശ്ശിനിക്കടവ് പോവുകയാണ്. നമ്മുടെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം കാണാൻ തോന്നിയിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി. നമ്മൾ അമ്പലത്തിൽ തൊഴുകാൻ പോയേ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളാട്ട് നടക്കണ ടൈമായിരുന്നു. സോ ഒരു 8-8:30 തോന്നുന്നു വെള്ളാട്ട് നടക്കുക. ഗൈസ്, നമ്മൾ മുത്തപ്പനെ കണ്ട് മാമുണ്ണാൻ പോവാണ് ഗൈസ്. കുറേ കണ്ടിട്ടുണ്ടല്ലേ. അന്ന് അത്യാവശ്യം നല്ല തിരക്കാനുണ്ടായിരുന്നു അന്നദാനത്തിന്. സോ അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് ഇത്രയും നേരം അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ക്ഷീണിച്ചപ്പോഴേക്കും നമുക്ക് നല്ല ചോറും അവിടെ എന്തതിന് പറയാന്നറിയില്ല, സാമ്പാറാണ് തോന്നുന്നു. സോ അങ്ങനെ കഴിച്ച് നമ്മൾ ഇറങ്ങാം. ഡാൻസ് ഗൈസ്, മുത്തപ്പൻ്റെ ഡാൻസ് ഉണ്ട്, കണ്ടിട്ട് ഫുഡ് കഴിച്ചു. നമ്മൾ മുത്തപ്പൻ്റെ വെള്ളാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ അവിടെ ആക്ച്വലി അനുവദിക്കില്ല. പണ്ടൊക്കെ അനുവദിക്കുമായിരുന്നു, ഇപ്പോൾ അനുവദിക്കണില്ല. അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമെത്തിയപ്പോൾ ഇനി നാളെ കാണാം. അപ്പം നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ നിൽക്കണേ. അതെ, അമ്പലത്തേക്ക് പോവാണ്. നമ്മളൊരു 5-5:30 തോന്നുന്നു ടൈം. ആ ടൈമിലാണ് തിരുവപ്പൻ വെള്ളാട്ട് ഉണ്ടാവുക. സോ നേരത്തെ തന്നെ നമ്മളത് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കാണ് തിരക്കൊക്കെ വന്ന് കണ്ടാൽ നല്ല തിരക്ക്. പിന്നെ നമ്മൾ മുത്തപ്പനെയൊക്കെ കണ്ടു, കുറേ നമ്മൾ പ്രാർത്ഥിച്ചു, സംസാരിച്ചു മുത്തപ്പനോട്. അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര എന്താ പറയുക, പീസ്ഫുൾ, കുറച്ച് സമാധാനം നമുക്ക് കിട്ടണ ഫീലാണ്. കണ്ടോ രാവിലത്തെ വ്യൂ എന്ത് രസമാണ് കാണാൻ, നല്ല വ്യൂ അല്ലേ. അങ്ങനെ നമുക്കിതാ നമ്മുടെ മുത്തപ്പൻ്റെ പയറും തേങ്ങാപ്പൂളും കഴിച്ചു. അതാണല്ലോ അവിടുത്തെ ഭക്ഷണം. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ മുത്തപ്പൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഇനി ബോട്ടിങ്ങിന് പോവാണ് ഗൈസ്. നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളിനി എങ്ങോട്ട് പോവാം? ബോട്ടിങ്ങിന് പോവാം. ബോട്ടിങ്ങിന് പോയിട്ട് വരാം. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ബോട്ടിങ്. ഇപ്പോഴാണ് ഈ ബോട്ടിങ്ങൊക്കെ വന്ന്. അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു 10-10:30-11 മണിയായി. സോ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് എന്താ പറയുക, ആക്ച്വലി ഞാൻ ഈ ബോട്ടിങ്ങിന് പോയത് എന്താണെന്ന് വെച്ചാൽ എന്തിനാന്നുള്ളത് ഇപ്പം കാണുവേ. ലെറ്റ്സ് വേ. കണ്ടാൽ ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ആ ബോട്ടിങ്ങിന് പോയി. എന്ത് രസമാണല്ലേ നമ്മൾ ആ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മുത്തപ്പൻ മടപ്പുര കാണാൻ, ചന്ത കാണാൻ. സോ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. സോ അപ്പുറത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കി നടന്ന് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ടാറ്റ ബൈ ബൈ പോവുകയാണ്. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. അന്ന് ഈവനിങ് തന്നെ നമുക്ക് ഇങ്ങോട്ട് അർജൻറ്റായിട്ട് പോവാനുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും അമ്മ എനിക്ക് ചോറ് വായി തരാണ് ഗൈസ്. സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ.